കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വ്യത്യസ്ത തരം കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികൾ, അതിലെ അംഗങ്ങളെല്ലാം, ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലെ എല്ലാ അംഗങ്ങളെയും വ്യത്യസ്ത തരമായിട്ടുള്ള കമ്മിറ്റികളിൽ മെമ്പേഴ്സ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഭരണഘടന നിർമ്മിക്കുന്നതിനായിട്ട് ഭരണഘടനയുടെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കമ്മിറ്റികളാണ് കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ ഭരണഘടന ഒരുമിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യല്ല. ഓരോരോ ഭരണഘടനയുടെ ഭാഗങ്ങളും അത് കൈകാര്യം ചെയ്യാനും അതിനെക്കുറിച്ചിട്ടുള്ള പഠിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം അതിൽ ചേർക്കുന്നതിനായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതിനായിട്ട് ഓരോരോ കമ്മിറ്റികളെ നിയമിച്ചിട്ടുണ്ട്. അത്തരം കമ്മിറ്റികളെക്കുറിച്ചാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അതിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി അപ്പോയിൻറ്റഡ് എ നമ്പർ ഓഫ് കമ്മിറ്റീസ് ടു ഡീൽ വിത്ത് ഡിഫറെൻറ്റ് ടാസ്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദീസ് 8 വെയർ മേജർ കമ്മിറ്റീസ് ആൻഡ് അതേഴ്സ് വെയർ മൈനർ കമ്മിറ്റീസ്. അതിൽ തന്നെ 8 മേജർ കമ്മിറ്റികളുണ്ട്, അതുപോലെ തന്നെ അതർ മൈനർ കമ്മിറ്റീസുകളുണ്ട്. ഇനി അതിൽ മേജർ കമ്മിറ്റീസ് ഏതെല്ലാമാണെന്ന് നോക്കാം. മേജർ കമ്മിറ്റീസിൽ വരുന്നതാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ആദ്യത്തെ കമ്മിറ്റിയാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റി. ഇതിൽ ഹെഡായിട്ട് വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ഹെഡാണ് ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ഹെഡും ജവഹർലാൽ നെഹ്റു ആണ്. പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും. അതിൻ്റെ ഹെഡ് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേലാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേൽ. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത്, BR അംബേദ്കർ. അതുപോലെ തന്നെ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേൽ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ. അതുപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. സർദാർ പട്ടേലാണ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സും മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസിൽ വരുന്ന കമ്മിറ്റിയിൽ വരുന്ന ചെയർമാനാണ്. ആ കമ്മിറ്റിയുടെ ചെയർമാനാണ് സർദാർ പട്ടേൽ. ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ മൈനോറിറ്റീസിൻ്റെയും ട്രൈബൽസിൻ്റെയും എല്ലാം കാര്യങ്ങൾ അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് 5 സബ് കമ്മിറ്റികൾ കൂടിയുണ്ട്. ഈ സബ് കമ്മിറ്റികളും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നുകൂടി പഠിക്കണം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത് JB കൃപലാനിയാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ചെയർമാൻ. അതുപോലെ തന്നെ മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ HC മുഖർജിയാണ്. മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ HC മുഖർജി. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് പാർട്ട്ലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റിയാണ് ഗോപിനാഥ് ബർദോളി. അതുപോലെ തന്നെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് അതർ ദാൻ ദോസ് ഇൻ അസമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ലാതെയുള്ള എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസിൻ്റെ സബ് കമ്മിറ്റി തലവനാണ് AV താക്കർ. AV താക്കർ. അടുത്തതായിട്ട് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി തലവനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ഹെഡ് എന്നാണ് രാജേന്ദ്ര പ്രസാദ്, അഥവാ ചെയർമാനാണ് രാജേന്ദ്ര പ്രസാദ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ഹെഡായിട്ട് വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നമ്മൾ പഠിച്ചു, അത് ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ്സ് കമ്മിറ്റിയും ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ഹെഡാണ് ജവഹർലാൽ നെഹ്റു. കമ്മിറ്റി ഫോർ നെഗോഷിയേറ്റിംഗ് വിത്ത് സ്റ്റേറ്റ്സ്. ജവഹർലാൽ നെഹ്റു. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചിലപ്പോൾ സർദാർ പട്ടേൽ എന്ന് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്നൊരു ചോദ്യമാണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി ഫോർ നെഗോഷിയേറ്റിംഗ് വിത്ത് സ്റ്റേറ്റ്സ് ആണ് ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തലവൻ ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനും രാജേന്ദ്ര പ്രസാദാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്. അത്തരം 8 പ്രധാനപ്പെട്ട മേജർ കമ്മിറ്റികളാണ് നമുക്കുള്ളത്. അതിൽ പ്രധാനമായിട്ടും ആദ്യത്തേത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കറാണ്. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ എക്സ്ക്ലൂഡഡ് ഏരിയാസ് സർദാർ പട്ടേലാണ്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി കൃപലാനി, JB കൃപലാനി. മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് അസം, അതെല്ലാം ഗോപിനാഥ് ബർദോളയാണ്. അതുപോലെ തന്നെ അസം കൂടാതെയുള്ള മറ്റ് എക്സ്ക്ലൂഡഡ് പാർട്സുമായി ബന്ധപ്പെട്ടുള്ള നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയറിൻ്റെ AV താക്കറാണ്. അതുപോലെ അടുത്തതായിട്ട് 7ാമത് മെയിനായിട്ട് മേജർ കമ്മിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് കമ്മിറ്റിയാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഹെഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്തതായിട്ട് ചില പ്രധാനപ്പെട്ട മൈനർ കമ്മിറ്റീസാണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ തന്നെ ക്രെഡൻഷ്യൽ കമ്മിറ്റി ഹെഡാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ക്രെഡൻഷ്യൽ കമ്മിറ്റി ചെയർമാനായിട്ട് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി ചെയർമാൻ
ഡോക്ടർ ബി പട്ടാഭി സീതാരാമയ്യാണ് ഹൗസ് കമ്മിറ്റി ചെയർമാൻ. അതുപോലെ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഡോക്ടർ കെ എം മുൻഷി. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ നാഷണൽ ഫ്ലാഗ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അത് കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ജി വി മാവലങ്കർ. ഓക്കെ, അപ്പോൾ ഇത്തരം പേരുകൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചിരിക്കുക, ഒന്ന് വായിച്ച് നോക്കി പഠിക്കുക. ഞാനിത് വളരെയധികം സ്പീഡായിട്ട് ഒന്ന് റിവിഷൻ എന്ന രീതിയിലാണ് അത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കിയാൽ മൈനർ കമ്മിറ്റീസിൽ വരുന്ന മറ്റ് കമ്മിറ്റികളാണ് അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോർട്ട് എസ് വരദരാചാരി, നോട്ട് ആൻ അസംബ്ലി മെമ്പർ അല്ലാതെ ഉള്ള ഒരു അംഗമാണ് ആ അഡ്ഹോക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ടിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ആണ് ബി പട്ടാഭി സീതാരാമയ്യാണ് കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് പട്ടാഭി സീതാ. എക്സ്പേർട്ട് കമ്മിറ്റി, അടുത്ത എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിഷൻ ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാരാണ്. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷനാണ് എസ് കെ ധർ, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻഷ്യൽ കമ്മീഷൻ എസ് കെ ധർ. അതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മിറ്റി ഓൺ എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ. അതുപോലെ അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് ഡോക്ടർ വരദരാചാരി ആണ്, നോട്ട് ആൻ അസംബ്ലി മെമ്പർ. ഓക്കെ, ഈ അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പും അതുപോലെ തന്നെ അഡ്ഹോക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ടും ഒന്ന് കുറച്ചുകൂടി കൂടുതലായിട്ട് ഓർത്തിരിക്കുക, ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഡോക്ടേഴ്സ് വരദരാചാരി. ഓക്കെ, അടുത്തതായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബന്ധപ്പെട്ട് നോക്കിയാൽ അതിൽ എമംഗ് ഓൾ ദ കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി വാസ് എ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെറ്റപ്പ് ഓൺ ഓഗസ്റ്റ് 29, 1947. ഈ ഡേറ്റും വർഷവും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇറ്റ് വാസ് ദിസ് കമ്മിറ്റി ദാറ്റ് വാസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് പ്രിപ്പയറിംഗ് എ ഡ്രാഫ്റ്റ് ഓഫ് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് കൺസിസ്റ്റഡ് 7 members they were. ഓക്കെ, അതിൽ നിലവിൽ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പലരും മേക്ക് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ ഡ്രാഫ്റ്റ് ചെയ്ത് അതിനൊരു ഇന്ത്യയുടെ ഭരണഘടനയാക്കി അതിനെ മാറ്റുന്നതിനായിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ കമ്മിറ്റിയുടെ അംഗങ്ങളിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഓക്കെ, കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുപോലെ തന്നെ ആ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, അതുപോലെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ കെ എം മുൻഷിയുണ്ട്, അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് സാദുള്ളയുണ്ട്, അതുപോലെ എൻ മാധവറാവു അദ്ദേഹം ഹി റീപ്ലേസ്ഡ് ബി എൽ മിത്തർ ഹു റിസൈൻഡ് ഡ്യൂ ടു ഇൽ ഹെൽത്ത്. നേരത്തെ ബി എൽ മിത്തർ ആയിരുന്നു അതിൽ അംഗമായിരുന്നത്, പക്ഷേ എന്നാൽ അദ്ദേഹത്തിന് ഒരു ഇൽ ഹെൽത്ത് കാരണം അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എൻ മാധവറാവു അതിലെ അംഗമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ടി ടി കൃഷ്ണമാചാരിയും അതുപോലെ തന്നെ ഹി റീപ്ലേസ്ഡ് ഡി പി കെയ്ത്താൻ ഹു ഡൈഡ് ഇൻ 1948 ഡി പി കെയ്ത്താൻ ആയിരുന്നു അതിന് മുമ്പ് അംഗമായിരുന്നത്. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ടി ടി കൃഷ്ണമാചാരി പിന്നീട് അംഗമാവുകയാണ്. ഓക്കെ, അദ്ദേഹം മരണപ്പെടുന്നു 1948. അപ്പോൾ ഈ അംഗങ്ങളും കൃത്യമായിട്ട് ഈ അംഗങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സാണ് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ കെ എം മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, എൻ മാധവറാവു. ഓക്കെ, അതുപോലെ തന്നെ ടി ടി കൃഷ്ണമാചാരി. അപ്പോൾ ഈ 7 അംഗങ്ങൾ, അതായത് ഒരു ചെയർമാനും അതിൽ 6 അംഗങ്ങളും കൂടിയിട്ടുള്ള ടോട്ടൽ 7 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ആണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് നോക്കിയാൽ ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ദ പ്രപ്പോസൽസ് ഓഫ് വേരിയസ് കമ്മിറ്റീസ് പ്രിപ്പയർഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് വാസ് പബ്ലിഷ്ഡ് February 1948. The people of India were given 8 months to discuss the draft and propose amendments in the light of the public comments, criticism and suggestions. The drafting committees prepared second draft which published October in 1948. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അവരുടെ ആദ്യത്തെ ഡ്രാഫ്റ്റിൻ്റെ ആദ്യത്തെ ഒരു കരട് രൂപം എപ്പോൾ February 1948 പബ്ലിഷ് ചെയ്തു, അതുപോലെ തന്നെ പ്രസിദ്ധീകരിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെയും മറ്റ് അഭിപ്രായങ്ങളും കമൻസും ക്രിറ്റിസിസവും എല്ലാം സജഷൻസ് എല്ലാം അവർ കേട്ട് പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് പിന്നെ രണ്ടാമത് പബ്ലിഷ് ചെയ്യുന്നത് October 1948 ഒക്ടോബറിൽ പിന്നെയും പബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ടുക്ക് ലെസ് ദാൻ 6 months ടു പ്രിപ്പയർ ഇറ്റ്സ് ഡ്രാഫ്റ്റ്. ഓക്കെ, 6 മാസത്തിൽ താഴെ സമയം മാത്രമേ അവർ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് സമയം എടുത്തുള്ളൂ. അതിൽ തന്നെ ഒരു 141 ദിവസമാണ് അതിൽ പറയുന്നത്. ഓക്കെ, enactment of the constitution. അടുത്തതായിട്ട് enactment of the constitution. Dr. B.R. Ambedkar introduced the final draft to the constitution in the assembly on November 4,
1948 ഫസ്റ്റ് റീഡിംഗ് എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ബി ആർ അംബേദ്കർ അസംബ്ലിയിൽ സമർപ്പിക്കുന്നത് നവംബർ 4 1948 നവംബർ 4 അതിന് ഫസ്റ്റ് റീഡിംഗ് എന്നറിയപ്പെടുന്നു. ദെൻ അസംബ്ലി ഹാഡ് എ ജനറൽ ഡിസ്കഷൻ ഓൺ ഇറ്റ് ഓൺ 5 days 5 ദിവസം അതിലൊരു ജനറൽ ഡിസ്കഷൻ നടന്നു. അതിനുശേഷം നവംബർ 9 വരെ ഡിസ്കഷൻ നടന്നു. അതിനുശേഷം സെക്കൻഡ് റീഡിങ്ങിനായിട്ട് സമർപ്പിക്കുന്നത് സെക്കൻഡ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 15 സ്റ്റാർട്ട് ചെയ്തു. 1948 നവംബർ 15 സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ഒക്ടോബർ 17 എൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ആസ് മെനി ആസ് 7,653 amendments were proposed and 2,473 were actually discussed in the assembly. ഓക്കെ, അത്രയും അമെൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രപ്പോസൽസ് വന്നു എങ്കിൽ തന്നെ 2,473 ഇവരെ ഡിസ്കസ് ചെയ്തു ആ സമയം കൊണ്ട് തന്നെ. ദ തേർഡ് റീഡിംഗ് ഓഫ് ദ ഡ്രാഫ്റ്റ് സ്റ്റാർട്ടഡ് ഓൺ നവംബർ 14 1949 തേർഡ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബി ആർ അംബേദ്കർ മൂഡ് എ മോഷൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് സെറ്റിൽഡ് by the assembly be passed. Okay, the motion on draft constitution was declared as passed on November 26 1949. അതുപോലെ അംബേദ്കർ ഒരു മോഷൻ കൊണ്ടുവരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റിൽഡ് ഇൻ അസംബ്ലി ആൻഡ് പാസ്ഡ് എന്ന് വന്നിട്ട് അതിൽ നവംബർ 26 1949 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഡ്രാഫ്റ്റ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിൻ്റെയും സിഗ്നേച്ചർ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സിഗ്നേച്ചർ പതിപ്പിച്ചുകൊണ്ട് തന്നെ 1949 നവംബർ 26 ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ത് ചെയ്യുന്നു, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കുന്നു. ഔട്ട് ഓഫ് ടോട്ടൽ 299 മെമ്പേഴ്സ് ഓഫ് ദ അസംബ്ലി ഓൺലി 284 വെയർ ആക്ച്വലി പ്രസൻറ്റ് ഓൺ ദാറ്റ് ഡേ സൈൻഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്യുന്ന സമയത്ത് 299 അംഗങ്ങളിൽ 284 അംഗങ്ങൾ മാത്രമാണ് പ്രസൻറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അവരാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്തത്. ഓക്കെ, ദിസ് ആൾസോ ദ ഡേറ്റ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ as the date on which the people of India in the Constituent Assembly adopted. ഈ പറയുന്ന നവംബർ 26 1949 എന്നൊരു ഡേറ്റ് പ്രിയാമ്പിളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഏത് പറയുന്നത്, നവംബർ 26 1949 എന്ന് പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് അഡോപ്റ്റഡ് ഓൺ നവംബർ 26 1949 കണ്ടെയ്ൻഡ് എ പ്രിയാമ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 സ്കെഡ്യൂൾസ്. ഓക്കെ, അപ്പോൾ 8 സ്കെഡ്യൂൾസ് അതുപോലെ തന്നെ 395 ആർട്ടിക്കിൾസും അതുപോലെ പ്രിയാമ്പിളും അടങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് എനാക്ട് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത് 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ചുകൊണ്ട് എനാക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരെന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാം ബി ആർ അംബേദ്കർ ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അദ്ദേഹം ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ബ്രില്യൻറ്റ് റൈറ്റർ ആയിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ടാണ്, അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ഓഫ് ദ സ്കെഡ്യൂൾഡ് കാസ്റ്റസ്, അതുപോലെ തന്നെ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം, ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത്. മോഡേൺ മനു എന്നെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു. ഓക്കെ, അദ്ദേഹമാണ് ചീഫ് ആർക്കിടെക്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മൾ അറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ്. അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഓക്കെ, 7 മെമ്പേഴ്സുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. അടുത്തതായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അതിൽ ആദ്യമായിട്ട് സം പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർട്ടൈനിങ് ടു സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ എലക്ഷൻസ്, പ്രൊവിഷണൽ പാർലമെൻറ്റ്, അതുപോലെ തന്നെ ടെമ്പററി ആൻഡ് ട്രാൻസിഷണൽ പ്രൊവിഷൻസ് ആൻഡ് ഷോർട്ട് ടൈറ്റിൽ കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾസ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ആർട്ടിക്കിളുകളായിട്ടുള്ള 5, 6, 7, 8, 9, 60, 324, അതുപോലെ തന്നെ 366, 367, 379, അതുപോലെ തന്നെ 380, 388, 391, 392, 393 തുടങ്ങിയിട്ടുള്ള ആർട്ടിക്കിൾസുകൾ അടങ്ങിയിട്ടുള്ള ഈ ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്തു, നവംബർ 26 1949 കെയിം ടു ഫോഴ്സ്. അതായത് ആ സമയത്ത് തന്നെ ഇത് നടപ്പിലായി. ഓക്കെ, ആ നവംബർ 26 1949 നിലവിൽ വന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 5, 6, 7, 8, 9, 60, 324, 366, അതുപോലെ തന്നെ 367, 79, 380, 88, 391, 392, 393 തുടങ്ങിയ ആർട്ടിക്കിളുകൾ എപ്പോഴും നിലവിൽ വന്നു, 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ത് ചെയ്തു, അസംബ്ലി തന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന സമയത്ത് തന്നെ ഈ ആർട്ടിക്കിളുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് പ്രധാനമായിട്ട് സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ ഇലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം ആർട്ടിക്കിളുകളാണ് അന്ന് നിലവിൽ വന്നത്. പക്ഷേ ഫണ്ടമെൻ്റൽ
ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതുപോലെ തന്നെ മറ്റു ആർട്ടിക്കിളുകളൊന്നും ഈ സമയത്ത് നിലവിൽ വന്നിരുന്നില്ല എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ദ റിമൈനിങ് പ്രൊവിഷൻസ് ദ മേജർ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ജനുവരി 26, 1950 ജനുവരി 26 ബാക്കിയുള്ള എല്ലാ പ്രൊവിഷൻസ് മേജർ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, നിലവിൽ വന്നു. ഓക്കെ, അതുപോലെ തന്നെ ദിസ് ഡേ ആസ് റെഫേർഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്. ഓക്കെ, ഈ പറയുന്ന ദിവസമാണ് നമ്മുടെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസമായിട്ട് അംഗീകരിക്കുന്നത് ജനുവരി 26, 1950. നമുക്ക് ജനുവരി 26 നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും ഈ ദിവസമാണ്. ഓക്കെ, ഈ ജനുവരി 26 നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന റിപ്പബ്ലിക് ഡേ ആയിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. It was on this day in 1930 that Purna Swaraj Day was celebrated following the dissolution of the Lahore session December 1929 of the INC. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സെഷനിൽ വെച്ച് 1930 പൂർണ്ണ സ്വരാജ് ദിവസമായി 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിവസമായിട്ട് ആചരിച്ചത്. ആ പൂർണ്ണ സ്വരാജ് ദിവസമായി ആചരിച്ചതിൻ്റെ ഓർമ്മ സ്മരണയ്ക്കായിട്ടാണ് 1950 ജനുവരി 26 ഈ ഭരണഘടന നിലയിൽ വരുന്ന ആ കമൻസ്മെൻറ്റ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ വിത്ത് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 വിത്ത് ആൾ എനാക്ട്മെൻറ്റ്സ് അമെൻഡിങ് ഓർ സപ്ലിമെൻറ്റിംഗ് ദ ലേറ്റർ ആക്ട് വെർ റിപ്പീൽഡ്. ഓക്കെ, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എല്ലാം മറ്റു ആക്ടുകളെല്ലാം എന്ത് ചെയ്യുന്നു, റിപ്പീൽ ചെയ്യുന്നു, അതായത് എടുത്ത് കളയുകയാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ടാണ്, ഇതിനെല്ലാം ഇൻവാലിഡ് ആക്കിക്കൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദ അബോളിഷൻ ഓഫ് പ്രിവി കൗൺസിൽ ജുറിസ്ഡിക്ഷൻ ആക്ട് വാസ് ഹവർ കണ്ടിന്യൂഡ്. ഏത് കണ്ടിന്യൂ ചെയ്തു, അബോളിഷൻ ഓഫ് പ്രിവി കൗൺസിൽ ജുറിസ്ഡിക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന മറ്റ് ആക്ടുകളെല്ലാം റിപ്പീൽ ചെയ്തെങ്കിലും കണ്ടിന്യൂ ചെയ്തൊരു ആക്ടാണ് അബോളിഷൻ ഓഫ് പ്രിവി കൗൺസിൽ ജുറിസ്ഡിക്ഷൻ ആക്ട്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ക്രിറ്റിസിസം ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് PSC എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഈ ക്രിറ്റിസിസം, അതിൽ പ്രധാനമായിട്ടുള്ള ചില ക്രിറ്റിസിസം, അതായത് വിമർശനങ്ങൾ ഏതെല്ലാം വേണമെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുക. അതിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് വിമർശനം ആ കാലത്ത് തന്നെ ഒരുപാട് പേര് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ നോട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ബോഡി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിമർശനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ബോഡി. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ആ ഒരു ബോഡി ഒരു പാർഷ്യലി ഇലക്റ്റഡ് ബോഡിയാണ്. അതൊരു ഫുള്ളി ജനാധിപത്യപരമായിട്ട് അഡൽട്ട് ഫ്രാഞ്ചൈസിലൂടെ നിലവിൽ വന്നിട്ടുള്ളൊരു സഭയല്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന സഭ. ഓക്കെ, അതിൽ തന്നെ ഫുള്ളി ഇലക്റ്റഡ് ആൻഡ് എലക്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് തന്നെയാണെങ്കിൽ തന്നെയും അവർ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ മെത്തേഡിലൂടെ എലക്ട് ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പോൾ നേരിട്ട് എലക്ട് ചെയ്തിട്ടുള്ള ഒരു മെമ്പേഴ്സ് അല്ല, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ്, അതായത് പ്രൊവിൻസിൽ നിന്നിട്ടുള്ള അംഗങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള മറ്റ് പ്രൊവിൻസിലെ കൗൺസിൽ അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് എലക്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സാണ് അവിടെ മറ്റേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വന്നത്. അപ്പോൾ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ് അവിടെ നടന്നത്. അതുപോലെ തന്നെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് പ്രകാരമുള്ള പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ് അവിടെ നടന്നത്. ആ ഒരു റെപ്രസെൻറ്റേഷനിലൂടെ വന്നതുകൊണ്ട് തന്നെയും അതുപോലെ തന്നെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു അഡൽട്ട് ഫ്രാഞ്ചൈസ് അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു മെമ്പേഴ്സ് അല്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ളത് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ അതൊരു റെപ്രസെൻറ്റേറ്റീവ് ബോഡി അല്ല എന്നുള്ളൊരു ക്രിറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. ഓക്കെ, അടുത്തതായിട്ട് നോട്ട് എ സോവറിൻ ബോഡി. ഓക്കെ, ഇതൊരു സോവറിൻ ബോഡി അല്ല, അല്ലെങ്കിൽ ഒരു പരമാധികാരമായിട്ടുള്ളൊരു ബോഡി ആയിരുന്നില്ല. ദ ക്രിറ്റിക്സ് മെയിൻറ്റെയിൻ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് നോട്ട് എ സോവറിൻ ബോഡി ആസ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ എ പ്രൊപ്പോസൽസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഫർദർ ദാറ്റ് ദേ സെഡ് ദാറ്റ് ദ അസംബ്ലി ഹെൽഡ് ഇറ്റ്സ് സെഷൻസ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. പക്ഷേ നിലവിൽ ഒരു സോവറിൻ ബോഡി അല്ല എന്ന് നിലവിൽ ആ ഒരു രൂപീകരണ സമയത്തുള്ള ഒരു ക്രിറ്റിസിസം ആണത് സോവറിൻ ബോഡി അല്ല എന്നുള്ളത്. പക്ഷേ പിന്നീട് 1947 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു ഇൻഡിപെൻഡൻസ് ആക്ടിന് ശേഷം പിന്നീട് ഈ പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു സോവറിൻ ബോഡി ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഏറ്റവും മറ്റൊരു വിമർശനമാണ് ടൈം കൺസ്യൂമിംഗ് ആണ്. അത് ഒരുപാട് ടൈം എടുത്തുകൊണ്ടാണ് ഇവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്നത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു 4 മാസം കൊണ്ട് തന്നെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വളരെ കുറച്ച് ടൈമിൽ ഫ്രെയിം ചെയ്യുമ്പോൾ ഇവർ 2 വർഷവും അതുപോലെ തന്നെ എത്രയും മാസം 11 മന്തും ഒക്കെ എടുത്തുകൊണ്ടുള്ള ഒരു വലിയൊരു നീണ്ട പ്രൊസീജിയറാണിതെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള നസറുദ്ദീൻ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിന് അദ്ദേഹം ഇതൊരു ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റിയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വിമർശനം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി, ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിമർശിച്ചിട്ടുള്ള ഒരു
വ്യക്തിയാണ് നസറുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതായിട്ട് ഡൊമിനേറ്റഡ് ബൈ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിമർശനം വരുന്നുണ്ട്. ഡൊമിനേറ്റഡ് ബൈ കോൺഗ്രസ്, ഈ കോൺഗ്രസ് എന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പാർട്ടിയുടെ അംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിറ്റിക്സിൻ്റെ ഒരു വിമർശനം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇത് പ്രധാനമായിട്ടും ഈ വിമർശനം ഉന്നയിക്കുക ഗ്രാനവെല്ലി ഓസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ടാണ്. അദ്ദേഹം റിമാർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിമാർക്കാണ്, ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് എ വൺ പാർട്ടി ബോഡി ഇൻ ആൻ എസെൻഷ്യലി വൺ പാർട്ടി കൺട്രി. ദ അസംബ്ലി വാസ് ദ കോൺഗ്രസ് ആൻഡ് ദ കോൺഗ്രസ് വാസ് ഇന്ത്യ. ഇത് ഈ അസംബ്ലി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു വൺ പാർട്ടി ബോഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ വിമർശനം, ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഗ്രാനവെല്ലി ഓസ്റ്റിൻ ആണ്. അദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനത്തിന് ഉപയോഗിച്ച പദങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ലോയർ പൊളിറ്റീഷ്യൻ ഡൊമിനേഷൻ എന്ന് പറയുന്നുണ്ട്. ലോയർ പൊളിറ്റീഷ്യൻ ഡൊമിനേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പ്രധാനമായിട്ടും വരുന്ന അംഗങ്ങളെന്ന് പറയുന്നത് ലോയേഴ്സ്, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് എല്ലാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോയേഴ്സ് എല്ലാം അധികം അതിൻ്റെ ഒരു ലോയേഴ്സിൻ്റെ ആ ഒരു വളരെ ആധിക്യം കൊണ്ട് തന്നെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പല ഘട്ടങ്ങളിലും അതിലൊരു സങ്കീർണത അതിൽ വരുന്നുണ്ടെന്ന് പറയും. സാധാരണക്കാരന് മനസ്സിലാക്കാനോ പ്രാപ്യമായതോ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തൊരു സങ്കീർണമായിട്ട് ഇതിനെ കൊണ്ടുപോയി ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ മേക്ക് ചെയ്തെന്നുള്ളൊരു വിമർശനം അതിൽ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡൊമിനേറ്റഡ് ബൈ ഹിന്ദുസ് എന്ന് പറയുന്നുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റു കമ്മ്യൂണിറ്റീസിന് ആനുപാതികമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആ അസംബ്ലിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിമർശനം കൂടി ഈ പറയുന്ന ഇതിലുണ്ട്. ഓക്കെ, അടുത്ത ചില ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ചില ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സുകളുണ്ട്. ഇത് ഒരുപാട് എക്സാംസിന് PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്സ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സിലുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. എലിഫൻറ്റ് വാസ് അഡോപ്റ്റഡ് ആസ് എ സിംബൽ or seal of the Constituent Assembly. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു സീലായിട്ട് എലിഫൻറ്റിനെയാണ് അവർ അഡോപ്റ്റ് ചെയ്തത്, എലിഫൻറ്റിനാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ സർ BN റാവു വാസ് അപ്പോയിൻറ്റഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറായിട്ട് ഈ പറയുന്ന ലീഗൽ അഡ്വൈസറായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് BN റാവു ആണ്. ഓക്കെ, BN റാവുവിനാണ് അവർ അപ്പോയിൻറ്റ് ചെയ്തത്. BN റാവു ആണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ HVR അയ്യങ്കാർ വാസ് ദ സെക്രട്ടറി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡൻസിനെയും പഠിച്ചു. പക്ഷേ അത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറിയാണ് HVR അയ്യങ്കാർ ആണ്. അടുത്തതായിട്ട് SN മുഖർജി വാസ് ദ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് SN മുഖർജി. പക്ഷേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. എന്നാൽ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് അതായത് SN മുഖർജി എന്ന് കൃത്യമായിട്ട് വേർതിരിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, പ്രേം ബിഹാരി നരേൻ റൈസാദ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇതിൻ്റെ കാലിഗ്രാഫർ, അതായത് കൈയെഴുത്ത് പ്രതി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കൈയെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ ദ ഒറിജിനൽ വേർഷൻ വാസ് ബ്യൂട്ടിഫൈഡ് ആൻഡ് ഡെക്കറേറ്റഡ് ബൈ ആർട്ടിസ്റ്റ് ഫ്രം ശാന്തിനികേതൻ ഇൻക്ലൂഡിംഗ് നന്ദലാൽ ബോസ് ആൻഡ് ബ്യോർ രാം മനോഹർ സിൻഹ. ഓക്കെ, ബ്യോർ രാം മനോഹർ സിൻഹയും അതുപോലെ തന്നെ നന്ദലാൽ ബോസുമാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ കാലിഗ്രാഫി നരേൻ റൈസാദ ചെയ്തെങ്കിൽ തന്നെയും അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബ്യൂട്ടിഫിക്കേഷൻ എല്ലാം നടത്തിയത്, ഒരുപാട് ചിത്രങ്ങളും മറ്റുമായി ഇൻക്ലൂഡ് ചെയ്ത് ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം നടത്തിയത് ശാന്തിനികേതനിൽ പഠിച്ച ആർട്ടിസ്റ്റുകളായിട്ടുള്ള നന്ദലാൽ ബോസ് അതുപോലെ തന്നെ ബ്യോർ രാം മനോഹർ സിൻഹ തുടങ്ങിയിട്ടുള്ളവരാണ്. Okay, B.O. Ram Manohar Sinha illuminated, beautified and ornamented the original preamble calligraphed by Prem Bihari Narain Raizada. Prem Bihari Narain Raizada കാലിഗ്രാഫി ചെയ്ത, അതായത് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു ബ്യൂട്ടിഫിക്കേഷനെല്ലാം നടത്തിയത് B.O. Ram Manohar സിൻഹയാണ്. ഓക്കെ, അതുപോലെ തന്നെ ദ കാലിഗ്രാഫി ഓഫ് the Hindi version of the original constitution was done by Vasant Krishan Vaidya and elegantly decorated and illuminated by Nandalal Bose. Nandalal Bose ഈ പറയുന്ന ഈ കാലിഗ്രാഫി, അതായത് ഹിന്ദി വേർഷൻ്റെ എഴുതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ വൈദ്യയാണ്. പക്ഷേ ആ വസന്ത് കൃഷ്ണൻ വൈദ്യ ഹിന്ദി വേർഷൻ എഴുതി തയ്യാറാക്കിയ ആ പ്രതിയിൽ, ആ പറയുന്ന ബുക്കിൽ ഡെക്കറേറ്റീവ് വർക്കെല്ലാം ചെയ്തതാരാണ്? നന്ദലാൽ ബോസാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനിൽ ഡെക്കറേഷൻ വർക്കെല്ലാം ചെയ്തത് B.O. Ram Manohar സിൻഹയും അതുപോലെ തന്നെ ഹിന്ദി വേർഷനിൽ നന്ദലാൽ ബോസുമാണ്. ഓക്കെ, ഹിന്ദി വേർഷൻ എഴുതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ വൈദ്യയാണ്. അതുപോലെ ഇംഗ്ലീഷ് വേർഷൻ എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിൻ്റെ ചരിത്രം പഠിച്ചു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കമ്മിറ്റികൾ പഠിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്പീഡായിട്ട് ഒരു റിവിഷൻ എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. മറ്റ് വിശദമായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന വീഡിയോസ് നിങ്ങൾ റിവിഷനായിട്ട് എടുക്കുക, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക, ആവർത്തിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.